കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്നുണ്ടെങ്കിൽ ഡോക്ടർമാരായാലും അറിയാതെ എഴുതും 4 month മുന്നുള്ള കണ്ടീഷനാണ്. പക്ഷെ ഇവിടെയാണ് മെയിനായിട്ട് ഒരു കോഡറിന്റെ ജോലി ഓഡിറ്ററായിട്ട് മാറണമെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണേ. ഹായ് ഗായ്സ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പൊ കുറെ നാളെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അല്ലേ? അതെ, നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നമ്മൾ UAE കുട്ടികൾക്ക്, UAE മെഡിക്കൽ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് ആയാലും പഠിക്കാൻ പോണ കുട്ടികൾക്കായാലും ഇവിടെ ജോലി ചെയ്യുന്നവർക്കായാലും ജോലി സെർച്ച് ചെയ്യുന്നവർക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണ കുറച്ച് ഇൻഫോർമേഷൻസ് ആണ്. കുറേ കുട്ടികൾക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. UAEയിലുള്ള കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ വളരെ ഉപകാരപ്പെടുന്ന, ഇപ്പോൾ ജോബ് സീക്കിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ ഓഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഈ മെഡിക്കൽ ഓഡിറ്റിങ്ങും കോഡിങ്, അതേപോലെ സബ്മിഷൻ, ഈ കുട്ടികൾ കോഡ് ചെയ്യണ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയില്ല ഈ ഓഡിറ്റിങ് എന്താണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കോഡിങ്ങും ഓഡിറ്റിങ്ങും സെയിം ആണോ, അതിൽ ഡിഫറൻസ് ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ, എന്താണ് ഒരു ഓഡിറ്റർ എന്ന് പറഞ്ഞാലും എന്താണ് ഒരു കോഡർ എന്ന് പറഞ്ഞാലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ആ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇത് വാല്യുബിൾ ഇൻഫോർമേഷൻ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ അതിനു മുന്നായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള. എല്ലാവരും ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട് എന്നാണ് അടുത്ത ബാച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബാച്ച് വരുന്നത് സെപ്റ്റംബർ 29 നമ്മുടെ ബാച്ച് ടൈമിംഗ് വരുന്നത് 1 മണി മുതൽ 3 മണി വരെ. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ UAE കാൻഡിഡേറ്റ്സിനും നമ്മൾ ഇൻഡസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ UAEക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്, UAE പഠിക്കുന്ന കുട്ടികൾക്കായാലും ജോബ് സീക്കിംഗ് ആയ കുട്ടികൾക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആരെങ്കിലും മെഡിക്കൽ കോഡിംഗ് UAEയിൽ ഇരുന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവർക്കും ഇത് തന്നെയാണ്. അവരുടെ ടൈമിംഗ് വരുന്നത് 11:30 to 1:30 ആണ് ടൈമിംഗ് വരുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, സ്കിപ്പ് ചെയ്യാതെ കാണുക. സെപ്റ്റംബർ 29 പിന്നെ നമുക്ക് എല്ലാ മന്തിലും ബാച്ചസ് ആണ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് UAE കാൻഡിഡേറ്റ്സിനും നാട്ടിലുള്ള കുട്ടികൾക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ഓഡിറ്റിംഗ്, ഇവിടുത്തെ ഇൻഷുറൻസ് എങ്ങനെയാണ്, എന്താണ് ഇൻഷുറൻസ് കോർഡിനേറ്റർ റോള്, മെഡിക്കൽ കോഡേഴ്സിൻ്റെ റോളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞങ്ങൾ എൻ്റെ ഇൻഫോർമേഷനിൽ അറിയുന്ന കുറച്ച് നോട്ട്സൊക്കെ മീൻസ് അതുപോലെ എനിക്കറിയുന്ന ഇൻഫോർമേഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഫെഡറൽ ഗവൺമെൻറ്, അതേപോലെ ലോക്കൽ ഗവൺമെൻറ്, പ്രൈവറ്റ് ഇൻഷുറൻസസ് ഒക്കെയാണ്. അതിൽ നമ്മൾ ദുബായിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി കോഡ്, ദുബായിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ദുബായിൽ ക്ലെയിം ആണ് യൂസ് ചെയ്യുന്നത്. എന്തായിരുന്നു ദുബായിൽ യൂസ് ചെയ്യുന്നത് ക്ലെയിം. അതേപോലെ ഷാർജയിൽ യൂസ് ചെയ്യുന്നതാണ് റിയാദി എന്ന് പറയും. അതുപോലെ അബുദാബിയിൽ നിങ്ങൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട് ഹാദാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. പിന്നെ അതുപോലെ തന്നെ അബുദാബിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഴ്സ്, ഇപ്പോൾ വർക്ക് ചെയ്യണവർക്ക് അറിയായിരിക്കും കൂടുതലായിട്ടുള്ള കൺസൾട്ടേഷൻ കോഴ്സ് ഒക്കെ വരുന്നത് നമ്മൾ കോഴ്സ്, കൺസൾട്ടേഷൻ കോഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ന്യൂ പേഷ്യൻറ്റിൻ്റെ കോഡും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ കോഡും യൂസ് ചെയ്യുന്നത്. 99202 അതേപോലെ 99212 ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റും ന്യൂ പേഷ്യൻ്റ് അതിൻ്റെ കോഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ദുബായിൽ എന്ന് വെച്ചാൽ സർവീസ് കോഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ DSL എന്ന് പറയുന്നത് സർവീസ് കോഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു എക്സാമ്പിൾ പോലെ ഇപ്പോൾ GP ആകുമ്പോൾ 9, അതുപോലെ സ്പെഷ്യാലിറ്റി ആകുമ്പോൾ 10, കൺസൾട്ടേഷൻ ആകുമ്പോൾ 11, അങ്ങനെയാണ് ദുബായിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെഷനിലോട്ട് പോയ ഇതിൻ്റെ അടുത്ത പറയാൻ പോണ ഇതിൻ്റെ പ്രോസസ്സിങ്ങും എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് കടക്കണം കാര്യങ്ങളും ഈ ഓഡിറ്റിങ്ങും മെഡിക്കൽ കോഡിങ്ങും എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് വരുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതേപോലെ നമ്മൾ ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സിന് അവരെ വർക്ക് ഫ്ലോ
ഒരു സിസ്റ്റമാറ്റിക് വർക്ക് ഫ്ലോ ആയിരിക്കും, ഡിഫറെൻറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് പറയാം, ചിലപ്പോൾ ഈ കോഡേഴ്സ് കോഡ് പിക്ക് ചെയ്യും. മെഡിക്കൽ കോഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിൽ തന്നെ ഉള്ള ആൾക്കാരായിരിക്കും കോഡ് പിക്ക് ചെയ്യുക. ചില ടൈമിൽ അത് ഇൻഷുറൻസ് കോർഡിനേറ്റേഴ്സ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇൻഷുറൻസ് കോർഡിനേറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ അപ്രൂവൽ എടുക്കാനും മീൻസ് അവരെ ഒരു ജോബ് റോളിൽ അപ്രൂവൽ എടുക്കാനും അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചില ടൈമിൽ ഈ ഇൻബിൽട്ട് ആയിരിക്കും സോഫ്റ്റ്വെയർസ്, എന്ന് വെച്ചാൽ ICD കോഡും CPT കോഡും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻബിൽട്ട് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സ് തന്നെ അതിൻ്റെ ഡയഗ്നോസിസ് കോഡും അതേപോലെ പ്രൊസീജിയേഴ്സൊക്കെ കോഡൊക്കെ സെലക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു മെഡിക്കൽ കോഡറിന് മെഡിക്കൽ ഓഡിറ്റിംഗിക്ക് എങ്ങനെയാണ് അതിൻ്റെ ജോബ് വരിക എന്ന് വെച്ചാൽ, ഈ ക്ലെയിം കഴിഞ്ഞാൽ മീൻസ് അപ്രൂവൽ എടുത്ത് ഈ ക്ലെയിം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഓഡിറ്റേഴ്സിൻ്റെ ഫസ്റ്റ് ജോബ് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്ലെയിം ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്ലീൻ ക്ലെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് പിന്നെ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നെയിം കറക്റ്റ് മാച്ച് ചെയ്യണ്ടോ, കാര്യങ്ങൾ ഇൻഷുറൻസ് കാർഡിലത്തെ കാര്യങ്ങൾ നെയിം മാച്ച് ചെയ്യണ്ടോ എന്ന് നോക്കുക. ഇതിൽ തെറ്റുകളൊക്കെ വന്നാൽ വളരെ പ്രോബ്ലമാണ്. അപ്പോൾ നെയിം, പിന്നെ ഒരു എലിജിബിലിറ്റിയിൽ ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഡേറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എമിറേറ്റ്സ് ഐ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മെമ്പർ ID, DHA പറയും, മെമ്പർ ID മീൻസ് അല്ലെങ്കിൽ കാർഡ് നമ്പർ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. നെയിം, എമിറേറ്റ്സ് ID, കാർഡ് നമ്പറും കറക്റ്റ് ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി റീസെൻ്റ്ലി മീൻസ് ഇപ്പോൾ തന്നെ ഏകദേശം ഫൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കണം, അതിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നാൽ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പേര് ചെക്ക് ചെയ്യണം. ഏതാണ് പേയേഴ്സ്? നിങ്ങൾക്കറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാം, ഇൻഷുറൻസ് ഒരുപാട് ഇൻഷുറൻസ് ഉണ്ട്. ദമാൻ ഉണ്ട്, ഒമാൻ ഉണ്ട്, നാസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ വരുന്നത് ദമാന്, ഒമാന്, അഡ്നിക്ക്, അതിൽ അവർ നോ പേയേഴ്സ് ആണ്. പിന്നെ അതേപോലെ നാസ്, ന്യൂറോൺ, നെക്സ്റ്റ് കെയർ, മെഡ്നെറ്റ് അവർ പേയേഴ്സ് ആണ്. അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പേയേഴ്സിനല്ലേ സബ്മിറ്റ് ചെയ്യണമെന്ന് വെരിഫൈ ചെയ്യേണ്ടത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റർ ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു റൂളാണ്. അത് എമറൈസേഡും കാര്യങ്ങളും പേയറും ഒക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നെറ്റ്വർക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. അതിൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നെറ്റ്വർക്ക് A, നെറ്റ്വർക്ക് B ഉണ്ടെന്നായിരിക്കും. നെറ്റ്വർക്ക് എയിൽ ഒരു CVC 50 dirhams എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ബിയിൽ അത് 35 dirhams ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് നോക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരിന്, കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഓഡിറ്റിങ്ങും സബ്മിഷനും മീൻസ് പേയ്മെൻറ്റ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ട്, കണ്ടു നോക്കാം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേയ്മെൻറ്റ് നമ്മളൊരു ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസും പേ ചെയ്യും. അതുപോലെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പേയ്മെൻറ്റും കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡ്രഗ്സിന് എത്രയാണ്, ഇപ്പോൾ ചില ടൈമിൽ 30% എടുക്കുക. അപ്പോൾ അവർ ഇൻഷുറൻസ് കാർഡിൽ കറക്റ്റ് നോക്കുക നമ്മൾ എത്രയാണ് ഡ്രഗ്സിന് പറഞ്ഞുള്ളത്, 30% ആണോ 20% ആണോ എന്താണ് പറഞ്ഞുള്ളത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇൻഷുറൻസിൻ്റെ പാർട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ പേയറിൻ്റെ പാർട്ടിനും അതേപോലെ ഈ റേഡിയോഗ്രാഫിക്, അത് എക്സ്റേസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും അതർ സർവീസസോ കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ അതിന് എത്രയാണ്, എല്ലാത്തിനും പേയ്മെൻറ്റ് എത്ര എന്നുള്ളത് നമ്മൾ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നോക്കണം. അതിൽ ഇൻഷുറൻസ് കാർഡിൽ നോക്കുക. അതിപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റ് അറിയായിരിക്കും. ആ ഇൻഷുറൻസ് കാർഡിൽ വെരിഫൈ ചെയ്തിട്ട് വേണം അത് നോക്കാൻ. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ അതിൽ തന്നെ മെറ്റേണിറ്റിക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. അത് എപ്പോഴും ചെക്ക് ചെയ്യാം. മെറ്റേണിറ്റിയുടെ കാര്യം എപ്പോഴും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഡയഗ്നോസിസ് നമ്മൾ കവറേജ് നമ്മൾ ഇൻഷുറൻസിൽ മെറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അതിന് എലിജിബിൾ ആണോ എന്ന് മീൻസ് ഈ ഇൻഷുറൻസിൽ മീൻസ് ആ ഒരു പേഷ്യൻ്റെ ഇൻഷുറൻസ് കാർഡിൽ അത് എലിജിബിൾ ആണോ എന്ന് എപ്പോഴും നമ്മൾ ആസ് എ ഓഡിറ്റർ എന്നുള്ള നിലക്കും ആസ് എ കോർഡർ എന്നുള്ള നിലക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് മെറ്റാണോ എന്നുള്ളത്. അതുപോലെ ചില ടൈമിൽ ഞാനൊരു വെയിറ്റിംഗ് പീരീഡിൻ്റെ കാര്യമൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും, ഓൾമോസ്റ്റ് ഒരു 6 month വെയിറ്റിംഗ് പീരീഡൊക്കെ ഉണ്ടായിരിക്കും ബേസിക് ഇൻഷുറൻസ് പ്ലാനൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ. അപ്പോൾ വെയിറ്റിംഗ് പീരീഡിലൊക്കെ എന്ന് വെച്ചാൽ ഒരു വെയിറ്റിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ വല്ല ക്രോണിക് കണ്ടീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരായാലും അറിയാതെ എഴുതും 4 month മുന്നുള്ള കണ്ടീഷനാണ്. പക്ഷെ അത് എന്ന് പറയണത് പിന്നെ നമ്മൾ ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ആയി കിട്ടില്ല. അപ്പോൾ ഈ ക്രോണിക് കണ്ടീഷന് എപ്പോഴും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. ക്രോണിക് കണ്ടീഷന് വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വെയിറ്റിംഗ് പീരീഡ് ആണെന്ന് വെച്ചാൽ അത് ക്ലെയിം സബ്മിറ്റ് ചെയ്യുമ്പോൾ ആയാലും അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഓരോ കാര്യത്തിനും റിപ്പോർട്ട്സ് ഉണ്ടോ, ലാബ് റിപ്പോർട്ട്സ് ആയാലും എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട്സ് കറക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ MUE എഡിറ്റ്സും MCCI എഡിറ്റും ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ എക്സ്ക്ലൂഷൻ, ചില കോഡ്സ് ഉണ്ട് ഇതിന്റെ സ്ഥലത്ത് ഇവിടെ ഇത് ബില്ല് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ എക്സ്ക്ലൂഷൻസ് ഉണ്ടോയെന്നും ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഡയഗ്നോസിസ് മെഡിക്കലി നെസസറി ആണോ എന്നുള്ള ചെക്ക് ചെയ്യാം. മെഡിക്കലി നെസസറി ആണെന്ന് വെച്ചാൽ നമുക്ക് ആ ക്ലെയിം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മെഡിക്കലി നെസസറി ആണെന്ന് വെച്ചാൽ ക്ലെയിം സബ്മിറ്റ് ചെയ്യാം. ഈ സബ്മിഷൻ എന്ന് പറയണം ഇസ് എ കൈൻഡ് ഓഫ് ഓഡിറ്റിംഗും നമുക്ക് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് ഒരു കോഡറിൻ്റെ ജോലി ഓഡിറ്ററായിട്ട് മാറണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ കോഡിങ് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഓഡിറ്റിങ്ങും കൂടിയും മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഞാൻ റീക്യാപ്പ് ഇട്ടിട്ട് പറയണില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതൽ ഒന്ന് നോക്കുക, ഒന്ന് വീഡിയോ കറക്റ്റ് കണ്ടു നോക്കിയാൽ ഏകദേശം ക്ലിയർ ആവും. അതിപ്പോൾ ഒന്നും അറിയാത്തൊരു മെഡിക്കൽ കോഡിങ് പഠിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ എത്രത്തോളം അറിയില്ല. പക്ഷേ UAE കാൻഡിഡേറ്റ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് കണ്ടന്റും കൂടി ഉണ്ട്, അതിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ അതേപോലെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വൺസ് നമ്മൾ ക്ലെയിം സബ്മിറ്റ് ചെയ്തു വിചാരിക്കും, ക്ലെയിം സബ്മിറ്റ് ചെയ്തിട്ട് അവരുടെ ഭാഗത്ത് ഇൻഷുറൻസിൻ്റെ ഭാഗത്ത് നിന്ന് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ അവരത് നമുക്ക് റിജക്ഷൻ അയക്കും. ആ റിജക്ഷൻ അയച്ചു കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും അതൊക്കെ കറക്ഷൻസൊക്കെ മാറ്റി അത് ചെയ്യണേന് വീണ്ടും റീസബ്മിറ്റ് ചെയ്യണം. അതാണ് റീസബ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീസബ്മിറ്റ് ചെയ്യാൻ ദുബായിലാണെന്ന് വെച്ചാൽ I think 1 ചാൻസ് ആണുള്ളത്. വിത്തിൻ 21 days ഉള്ളിൽ നമ്മൾ ആ ക്ലെയിം റീസബ്മിറ്റ് ചെയ്യണം. അത് നിർബന്ധമായിട്ട് നമ്മൾ റീസബ്മിറ്റ് ചെയ്യണം. ഷാർജയിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് 2 ചാൻസ് ഉണ്ട്. ഇപ്പോൾ ദുബായിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 2021 കോഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഷാർജയിലാണെന്ന് വെച്ചാൽ 2018 കോഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു കൈൻഡ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. പിന്നെ വേറൊരു കൈൻഡ് ഓഫ് ഓഡിറ്റിംഗ് ഉണ്ട്, CPMS സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റേഴ്സ്. അവരൊക്കെ ചെയ്യണ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഒരു 50 റാൻഡം സാമ്പിൾസ് ഒരു ഫയൽസ് ഒക്കെ എടുത്ത് നോക്കും. അതിൽ മെയിനായിട്ട് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പിക്കപ്പ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് പുതിയ എറേഴ്സ് ആയാലും അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഫ്രോഡ് അബ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കണതാണ് ആ ഒരു ലെവൽ ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ലെവൽ ഓഫ് ഓഡിറ്റിംഗിൽ നമ്മൾ മെയിനായിട്ട് ഉള്ള പ്രോബ്ലംസ് നമ്മൾ എങ്ങനെയും കറക്ഷൻസ് ഒക്കെ തിരുത്തിയിട്ട് റീസബ്മിറ്റ് ഒക്കെ ചെയ്തിട്ട് സക്സസ് ആക്കലാണ് ഈ ടൈപ്പ് ഓഫ് ഓഡിറ്റിംഗ്. അതെന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ എറേഴ്സ് പിക്ക് ചെയ്തെടുക്കലാണ് അങ്ങനത്തെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണ ഇൻഡസ് ടോക്സ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നെക്സ്റ്റ് ബാച്ച് സെപ്റ്റംബർ 29 ഞാൻ പറഞ്ഞ പോലെ 1 മണി to 3 മണി UAE കുട്ടികൾക്ക് 11:30 to 1:30 ടൈമിംഗ് വരുന്നത്. പിന്നെന്ന് പറയണത്
നമുക്ക് എല്ലാ മന്തിലും ബാച്ചസ് അവൈലബിൾ ആണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.